2000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും മാത്തേരനിൽ പോയിട്ട് വരാം. അപ്പൊ വിട്ടാലോ? കേരളത്തിൽ നിന്നും കല്യാൺ ജംഗ്ഷനിലേക്ക് ട്രെയിനുകൾ കിട്ടും. അവിടുന്ന് ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് നേരൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടേ ഷെയർ ടാക്സിയിൽ 100 രൂപ കൊടുത്തിട്ട് ഇവിടുത്തെ മാത്രമാണ് വാഹനങ്ങൾ വരിക. ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമല്ല. അത് തന്നെയാണ് ഈ ഒരു മാത്തേരന്റെ പ്രത്യേകത. 50 രൂപ എൻട്രി ടിക്കറ്റ് എടുത്ത് 1.5 കിലോമീറ്റർ മുകളിലാണ് മാത്തേരൻ. ഇലക്ട്രിക് ഓട്ടോയും റിക്ഷയും ഹോസ് റൈഡും അമൽ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടോയ് ട്രെയിനും മുകളിലേക്ക് പോകുന്നുണ്ട്. നടന്നു പോകുന്നതാണ് വൈബ്. ഇതേപോലെ കോടമഞ്ഞിനുള്ളിലൂടെ റെയിൽവേ ട്രാക്കിലൂടെ നമുക്ക് നടന്നു പോവാം. ഇനിയാണ് കാഴ്ചകളുടെ ലോകം. 30ൽ കൂടുതൽ വ്യൂ പോയിന്റുകൾ ഇവിടെ കാണാനുണ്ട്. എല്ലാ വ്യൂ പോയിന്റും കാണാൻ വേണ്ടിയിട്ടേ ഒരു 2-3 ദിവസമെങ്കിലും വേണ്ടിവരും. ഇതാണ് എക്കോ പോയിന്റ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ആ ഒരു കുന്നിന്റെ മുകളിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടോ? അതാണ് ലൂസിയ പോയിന്റ്. അതേപോലെ തന്നെ ഇവിടെ റിവേഴ്സ് വാട്ടർഫാൾ ഉണ്ട്. ഇവിടുത്തെ കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ. ഇതാണ് ലൂസിയ പോയിന്റ്. ഇതേപോലെ ഒരുപാട് വാട്ടർഫാളുകൾ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഇവിടെ കാണാൻ പറ്റും. മൺസൂൺ സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത്. ഇവരാണ് ഇവിടുത്തെ മെയിൻ. ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നതേ ഇവരാണ്. കണ്ടാലും തീരാത്ത അത്രയും കാഴ്ചകൾ നിറച്ചു വെച്ചൊരു കുന്നാണ് മാത്തേരാൻ. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ 20 യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം നേരെ മാത്തേരാൻ കാണാൻ പോവല്ലേ?